തിരുവാഴിയോട് JLP സ്കൂളിന്റെ 96ാം വാർഷികാഘോഷം വിപുലമായി ആഘോഷിച്ചു. ചെറുപ്പുളശ്ശേരി BRC BPC NP പ്രിയേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക എന്ന എല്ലാ വിദ്യാലയങ്ങളും ചെയ്യുന്ന കടമ എന്നതിനപ്പുറം ഒരു പൊതുവിദ്യാലയത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഓരോ പൊതുവിദ്യാലയങ്ങളും ഒരു കുട്ടിയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 1 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പൊതുവിദ്യാലയം വേണമെന്നാണ്, അതൊരു പ്രാഥമിക വിദ്യാലയം വേണമെന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ പൊതുവിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നത്. ആ നിയമത്തിനനുസരിച്ച് ഈ ഇന്ത്യയിൽ ആ നിയമാനുസൃതമായി എല്ലാ 1 സ്ക്വയർ കിലോമീറ്ററിലും വിദ്യാലയമുള്ള രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. കേരളം അങ്ങനെ ആവാനുള്ള കാരണം ഇങ്ങനെ ഓരോ സ്ക്വയർ കിലോമീറ്ററിനകത്തും ഇതുപോലെ തിരുവാഴിയോട് JLP സ്കൂളിനെ പോലെ ഓരോ വിദ്യാലയങ്ങളും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ 1 സ്ക്വയർ കിലോമീറ്ററിന്റെ പ്രത്യേകത? അതായത് കുട്ടികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ ഏറ്റവും സമീപസ്ഥമായ സ്ഥലത്ത് വേണം പ്രാഥമിക വിദ്യാലയങ്ങൾ എന്ന് കരുതാൻ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾക്ക് ഒരു പ്രത്യേക കാരണം ഉണ്ടാവുമല്ലോ. അതെന്താണ്? അതാണ് പൊതുവിദ്യാലയം പൊതുസമൂഹത്തിന്റെ അകത്ത് തന്നെ ആയിരിക്കണം. ആ അകക്കാമ്പിനകത്ത് പൊതുവായി പ്രവർത്തിക്കേണ്ട, അവരുടെ സാമൂഹിക പരിഗണനകൾ മാനിച്ച് അധ്യാപകർക്കാണെങ്കിൽ ഇവരുടെ വീടുകളുമായിട്ടുള്ള ബന്ധം പുലർത്തി അങ്ങനെ പരസ്പരമുള്ള ഒരു ഉൾച്ചേർക്കലിന്റെ ഭാഗമായിട്ട് വേണം വിദ്യാലയങ്ങൾ പാരസ്പര്യത്തോടുകൂടി ഒരു സമൂഹത്തിന്റെ അകത്ത്, ഒരു നാടിന്റെ അകത്ത് സ്ഥിതി ചെയ്യുക. മാത്രമല്ല ആ നാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ നാടിന്റെ ശാസ്ത്രവും സാമൂഹികപരവും. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM പരമേശ്വരൻ, പ്രശസ്ത എഴുത്തുകാരൻ K മനോഹരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് V കണ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രധാന അധ്യാപകൻ C രാമദാസൻ, EK നിർമ്മല, ഗ്രാമപഞ്ചായത്ത് അംഗം P ഗീത, V ഗിരീഷ്, SMC ചെയർമാൻ CA രാമകൃഷ്ണൻ, OSA പ്രസിഡന്റ് C ബാബുരാജ്, സെക്രട്ടറി O അരവിന്ദൻ, മുൻ പ്രധാനാധ്യാപിക വിജയലക്ഷ്മി, മുൻ പ്രധാന അധ്യാപകൻ M ഗംഗാധരൻ, ട്രെയിനർ PC ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.